ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ അച്ചുക്കുട്ടൻ നടക്കുന്ന കണ്ടില്ലേ? ഈ പോക്ക് കണ്ടിട്ട് എങ്ങോട്ടാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പൊ നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആലപ്പി ബോട്ടാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ബസ് സ്റ്റാൻഡുകൾ, വണ്ടികൾ ഇങ്ങനെ ബസ് നിർത്തിയിട്ടേക്കുന്ന പോലാണ് ഇവിടെ ഹൗസ് ബോട്ടിങ്സ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പൊ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് 11 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഹൗസ് ബോട്ടിൽ ആണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട് കിടക്കുന്നത് ഒരു 3 ബോട്ടിന്റെ അപ്പുറമാണ് കേട്ടോ. സോ അതുകൊണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ പലക വെച്ചിട്ടുണ്ട്. അതിൽ കൂടിയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ നമ്മൾ പോകാൻ പോകുന്ന ഇതെന്ന് പറയുന്നത്, സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് ഇവിടുന്ന് വേമ്പനാട്ട് കായൽ വഴി ആലപ്പുഴ കായലിലേക്ക് കയറി അവിടെ നിന്നൊരു തണ്ണീർമുക്കം ബണ്ടുണ്ട്, അതുവഴി കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. അപ്പൊ നമുക്ക് അവിടെ വണ്ടി, നമ്മുടെ ബോട്ട് നമ്മളിങ്ങനെ നിർത്തിട്ടേക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ സ്രാങ്കേട്ടന്റെ ബോട്ടൊക്കെ വിട്ട് നമ്മൾ യാത്ര തുടങ്ങി. അപ്പൊ അത്യാവശ്യം നല്ല രാവിലെ വരെ കുഴപ്പമില്ല, എന്നാലും ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കാറ്റുണ്ടായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അകമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റിൽ നമുക്കൊരു ലിവിംഗ് റൂം പോലെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എന്നിട്ട് ഈ ഹൗസ് ബോട്ടിന് 2 ബെഡ്റൂമാണുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് AC ഉണ്ട്, നമുക്ക് എടുക്കാം. പിന്നെ ഈ ഒരു വിൻഡോ നല്ല രസമാണ് കേട്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സീനറി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ 2 റൂമുകളിലും. അത് ഒരു മിറർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. അപ്പൊ നമുക്ക് കുളിക്കുകയും ചെയ്യാം, ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം എല്ലാം തന്നെ നമുക്ക് ആ ബാത്റൂമിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കൊരു വരാന്തയിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇതിനെ ഇവിടെ ജസ്റ്റ് ഹെയർ ഒക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത്, എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് വീണ്ടും നെക്സ്റ്റ് ബെഡ്റൂം ആണിത്. അപ്പം ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. എല്ലായിടത്തും അവര് സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ബെഡും ഇതേപോലെ ഒരു കോമൺ ആയിട്ടൊരു വിൻഡോ ഉണ്ട്, ബാത്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമിലും അഡീഷണൽ ആയിട്ട് അവര് നമുക്ക് ഒരു മെത്തയും കൂടി തരുന്നുണ്ട്. നമുക്ക് ഈവൻ ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഇതേപോലെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണ് ആ കാണുന്നത്. അപ്പൊ നമ്മള് കണ്ടത് കിച്ചണാണ് കേട്ടോ. ഒരു കുക്കിംഗ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ അലോഡ് ചെയ്തില്ല. സോ നമ്മളതുകൊണ്ട് അവിടെ പോയി എടുത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സ്രാങ്കേട്ടൻ. അപ്പം പുള്ളി അധികം സ്പീഡിലൊന്നും അല്ല പോകുന്നത്, ഏകദേശം ഒരു 10-30 സ്പീഡിലാണ് നമ്മുടെ വണ്ടി, അതായത് നമ്മുടെ ബോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സോ വലിയ ഇളക്കുമോ അങ്ങനൊന്നും ഇല്ല കേട്ടോ, നല്ല കാമായിരുന്നു. പിന്നെ നമ്മള് എല്ലാവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഒരു 2 ഫാമിലീസ് ചേർന്നാണ് പോയത്. ഞങ്ങളൊരു 11 പേരോളം ഉണ്ടായിരുന്നു. അപ്പൊ അച്ചുക്കുട്ടിന് കൂട്ടായിട്ട് ഒരു മോനുണ്ടായിട്ട് അവര് ഭയങ്കര ജോളിയായിട്ട് പോയി. അപ്പം ഈ കാണുന്ന അവർ നമ്മളെ കുറെ സ്പോട്ടിൽ കൊണ്ടുപോയിട്ട്, അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന സ്പോട്ടാണിത്. ഇവിടെ സ്പോട്ട് എന്ന് പറയാന്ന് വെച്ചാൽ കട കണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെല്ലാവരും കരിക്ക് കുടിച്ചു കേട്ടോ, കരിക്ക് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരുപാട്, അതായത് ഇവരിവിടെ തന്നെയാണ് മീൻ പിടിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല കരിമീനും ഞണ്ടും കൊഞ്ചും ഒക്കെ നല്ല ഫ്രഷ് മീനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ വിലയൊക്കെ ചോദിച്ചു, പക്ഷെ ഇടിവെട്ടിയ വിലയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കായലൊക്കെ ഉള്ളതല്ലേ, വില കുറവായിരിക്കും. പക്ഷെ ഒരു രക്ഷയില്ല. 1 കിലോ കൊഞ്ചിന് 1200 രൂപയായിരുന്നു. അപ്പൊ പിന്നെ വലിയ കൊഞ്ചാണേ, പക്ഷെ എങ്കിലും നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ എല്ലാവരും കരിക്ക കുടിച്ചിട്ട് നമ്മൾ നേരെ പോയിരുന്നു. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരാൾക്ക് 300 രൂപയാണ്. നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ ആരും കയറിയില്ല, അത്ര റിസ്ക് എടുക്കാൻ ആരും തയ്യാറായില്ല. പിന്നെ കുറേ നേരം ഇരുന്ന് ക്ഷീണിച്ചപ്പോൾ, കാരണം ഇത്രയും ടൈമില്ലേ. പിന്നെ നമ്മൾ പെയ്യ് എല്ലാവരും റൂമിലോട്ട് പോയി. അപ്പൊ അച്ചുക്കുട്ടൻ അവിടെ നിന്ന് ഭയങ്കര ഗുസ്തിയൊക്കെ, അത് കണ്ടില്ല, എക്സസൈസ് ചെയ്യുക, സച്ചുമായിട്ട് ഭയങ്കര ഗുസ്തിയാണ്. 2 കൂടി ഭയങ്കര അടിയും വഴക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരൊക്കെ കാര്യം പറഞ്ഞ് അങ്ങനെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല.
പിന്നെ വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് നമ്മുടെ സ്പോട്ടിൽ നിർത്തി. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം നല്ല ഫ്രഷ് കരിമീൻ പൊള്ളിച്ചതും സാമ്പാറും ചോറും മോരും പിന്നെ എന്താണ് ഞണ്ടും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു, തോരനും എന്താ പറയുക എല്ലാം ഉണ്ട്. ലാവിഷായിട്ട് ഫുഡായിരുന്നു. പിന്നെ ഷെഫിന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഷെഫായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, കഴിക്കാൻ വയ്യാത്ത പാടേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ക്ഷീണിച്ചു. അപ്പൊ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു കേട്ടോ, കുറേ നേരം അവിടെ എല്ലാം നടന്നു. അച്ചുകൂട്ടനും അപ്പം എന്താണ് വള്ളം ഓടിക്കണം, അങ്ങനെ അവന് രണ്ടുപേരും അടിയായിരുന്നു. രണ്ടുപേരെയും കൂട്ടി നമ്മൾ ഓടിപ്പിക്കുക ചെയ്തു. അത് കഴിഞ്ഞപ്പോ കണ്ടപ്പോ ഒരു കൊതി, അപ്പൊ നിർത്തിയിട്ടേക്കും ആയതുകൊണ്ട് നമുക്ക് വലിയ ബലമൊന്നും കൊടുക്കണ്ട, ചുമ്മാ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പൊ ഷോ കാണിക്കാനായിട്ട് ഞാൻ അവിടെ കയറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങോട്ടോട്ട് ഷോ ഒക്കെ കാണിച്ചു. അപ്പൊ ഈ പോകുന്ന കണ്ടോന്നേ, നമുക്ക് ഓൾറെഡി അറിയാം മറ്റേ വി ഫോർമേഷൻ ഉണ്ടാവത്തില്ലേ, ഇങ്ങനെ പക്ഷികള് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യത്തില്ലേ, അതാണ് ഈ കാണുന്നത്. ഒരുപാട് എനിക്ക് വെച്ചാൽ ഇതിലും ഞാൻ സ്പീഡിൽ ഓടിക്കുന്ന എനിക്ക് നന്നായിട്ട് ക്ലിയർ ആണോന്ന് അറിയില്ല. ഭയങ്കര എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ഈ കടൽക്കാക്കയാന്ന് തോന്നിട്ട് അത്രയും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇത് കാണാന്. പിന്നെ നമ്മൾ വീണ്ടും ബോട്ടിലേക്ക് കയറി. പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ കയറിയ സമയത്ത് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ച സമയത്ത് നമ്മൾ പറയുന്ന അവർക്കൊരു മെനു ഉണ്ട് ഈ ചാറ്റിൽ. അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള 1-2 ഐറ്റംസും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന റിസോർട്ടൊക്കെ കേട്ടോ, സൈഡുകളിൽ രണ്ടും ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് കേട്ടോ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങില് നമുക്ക് ചൂടോട് ചായയും പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു. നമുക്ക് പഴംപൊടിയായിരുന്നു അവർ തന്നത്. പിന്നെ ഇഷ്ടത്തിന് നമുക്ക് വെള്ളം നമുക്ക് തരും അവര്. പിന്നെ ഈ കാണുന്നൊരു പാലം ഉണ്ടല്ലോ, അപ്പം അത് പണിതുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വൈകുന്നേരം 5 മണിയോടുകൂടി നമ്മൾ ആലപ്പിക്ക് വിട പറഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങി ചാച്ച ബബ്ബ സിയു പറഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കാരണം ടൈം ഉണ്ടല്ലോ, അപ്പം നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടു. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഗൺ ഷൂട്ട് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും അതിൽ പങ്കെടുത്തു. പക്ഷെ ഞാൻ 1-2 വട്ടം നമ്മൾ അടിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ തന്നെ നമുക്ക് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അച്ചുകുട്ടിനെ നമ്മൾ പാർക്കിൽ ഇറക്കി. ആദ്യം അച്ചുകുട്ടിന് പേടിയാണ്, ചാടി ഓടി വരുന്ന കണ്ടോ, പേടിച്ചു പറയാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുട്ടികളൊക്കെ ഓടുന്ന കണ്ടപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു കുറേ നേരം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. നമ്മളിവിടെ നോക്കത്തിപ്പോയി നിന്നതേ ഉള്ളൂ കേട്ടോ, കപ്പിൾ ഡേ ഒക്കെ കഴിച്ചുകൊണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു. അന്നത്തെ ട്രിപ്പ് ഇന്നത്തെ ദിവസം പോയതേ നമ്മൾ അറിഞ്ഞില്ല. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്കിതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, നമ്പറും നമ്മൾ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ നേരെ വിട്ടത് ഫ്രൂട്ട് ബെയിലിട്ടാണ് കേട്ടോ. ഫ്രൂട്ട് ബെയിൽ പോയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ബെയിൽ ഇപ്പോൾ മാംഗോ ഫെസ്റ്റ് നടക്കാം. അപ്പം നമ്മൾ അതറിഞ്ഞുകൊണ്ട് വേറെ എങ്ങും പോയില്ല, നേരെ ഫ്രൂട്ട് ബെയിലാണ് വിട്ടത്. അവിടെ പോയിട്ട് ജ്യൂസൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു, കാരണം മാംഗോ ഫെസ്റ്റ് കിടക്കുന്നുണ്ട്, സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. സോ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് ഫ്രൂട്ട് ബെയിലാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ബെയിൽ ചെന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ കാണുന്നൊരു വൈബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഭയങ്കര രസമായിരുന്നു. കാരണം ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, പാർക്കുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു വൈബായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ. നമുക്ക് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട് ബെയിൽ കയറി. ഇത്രയേ ഉള്ളൂ.